ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തത് ഈ ഒരു സോണിന് മുകളിലായിരുന്നു. 24,000 അല്ലെങ്കിൽ 23,955 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കൺസോൾട്ടേഷൻ അതിനുശേഷം മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നമുക്ക് ഈ സോണിന് മുകളിൽ ട്രേഡ് എടുക്കാമെന്നുള്ളതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നിഫ്റ്റിയുടെ മൂവ്മെന്റ് നോക്കുക, ഏകദേശം 1.88% ആണ് മാർക്കറ്റ് മൂവ് ചെയ്തുള്ളത്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് മൂവ് ചെയ്തുള്ളത് നോക്കിയാൽ മതി. നമുക്കറിയാൻ പറ്റും നമ്മൾ പ്ലാൻ ചെയ്ത ട്രേഡ് എന്ന് പറയുന്നത് വലിയ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മേലേക്ക് പോകുന്ന സമയത്ത് മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്തു. ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ നമ്മൾ ഈ ലെവലിൽ താഴെ മാത്രമാണ് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 23,559 താഴെ. അതിന് മുമ്പ് എന്താ നമ്മൾ ഉച്ചയെടുക്കില്ല ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് സത്യത്തിൽ ട്രേഡ് ചെയ്ത 23,950 അല്ലെങ്കിൽ 950 എന്നുള്ള ലെവൽ ബ്രേക്ക് ഔട്ട് കിട്ടിയ സമയത്ത് ട്രേഡ് ചെയ്ത ആൾക്കാരൊക്കെ 24,200 മുകളിൽ 24,224 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 270 പോയിന്റോളം നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ടാവും ട്രേഡ് ചെയ്ത ആൾക്കാർക്കൊക്കെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് തന്ന ഏറ്റവും നല്ല ഒരു മൂവ്മെന്റും കൂടെയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ്. ഇന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആയിരുന്നു. അത് ആ ഒരു രീതിക്ക് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. ഇനി നാളെ നോക്കുകയാണെങ്കിൽ, നാളത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ, ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ നിന്ന് തീരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അതല്ല ചെറിയ ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്തതെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, മാർക്കറ്റ് മേലേക്ക് മൂവ് ചെയ്യാം. 24,500 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ ട്രേഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിക്ക് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത് ഇപ്പം ഇന്ന് മാർക്കറ്റ് എവിടെയാണോ ക്ലോസ് ചെയ്തത് അതിന് തൊട്ട് മുകളിൽ വെയിറ്റ് ആവറേജ് ക്ലോസിംഗ് കിട്ടിയുള്ളത് 24,188. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 24,230 മുകളിൽ എപ്പോഴാണോ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് പ്ലാൻ ചെയ്യാം. 24,350, 24,400, 24,463 എന്നുള്ള ലെവലുകൾ നമുക്ക് ടാർഗറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതാണ് നാളേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇനി 24,000 ഈ ലെവലിൽ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, മേലക്കുള്ള ട്രേഡുകൾ മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഡൗൺ സൈഡ് ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. മാർക്കറ്റ് ഈ സോണിൽ 23,968 എന്നുള്ള ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുന്ന സമയത്ത് നമുക്ക് മേലക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. താഴേക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ നിലവിലെ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. നിഫ്റ്റി ബാങ്കിൽ കാര്യമായിട്ട് മൊമെന്റ് ഒന്നും തന്നില്ല. കാരണം നിഫ്റ്റിയെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് 23,900 ഇന്ന് മൂവ് ചെയ്തത് ഏറ്റവും സപ്പോർട്ട് 23,719 24,220 ലെവൽ വന്നത്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ മാർക്കറ്റിൽ നോക്കിയാൽ മതി, ഒരു പിൻബാർ തന്നു, അവിടുന്ന് അങ്ങോട്ടാണ് പിൻബാർ അല്ല, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ചെറിയ കൺസോൾട്ടേഷൻ തന്നിട്ട് പിന്നെ ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഒരു സപ്പോർട്ട് സോൺ, കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് തന്നത്. അവിടുന്ന് ഫസ്റ്റ് തന്ന ഒരു മൂവ്മെന്റ് നോക്കിയാൽ മതി, വോൾട്ടാലിറ്റി എല്ലാ ദിവസവും കാണിക്കുന്ന പോലെ തന്നെ ഒരു വോൾട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ. അതിനുശേഷം മാത്രമാണ് ഇത് മൂവ് ചെയ്ത് കയറിയുള്ളത്. പക്ഷേ ഇതിൽ ഒരു പ്രീമിയം മൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താണ്, ഇന്ന് തന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം നമുക്ക് പ്രൈസ് ആക്ഷൻ ഫോം ചെയ്യുന്നത് പോലെ 15 മിനിറ്റിലാണെങ്കിലും ഓരോ ക്യാൻഡിൽ ക്ലോസിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺ സൈഡ് വന്നതിന് ശേഷം മാത്രമാണ് മേലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കയറുന്ന മാർക്കറ്റ് കണ്ടീഷനിൽ ഒരിക്കലും പ്രീമിയം കാര്യമായിട്ട് മൂവ് ചെയ്യില്ല. മാർക്കറ്റ് പ്രീമിയം കയറണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഷാർപ്പായിട്ടുള്ള മൊമെന്റം നിഫ്റ്റി തന്ന പോലെ നമുക്ക് കിട്ടിയാലേ പ്രീമിയം കയറുള്ളൂ. കാരണം ഇവിടെയൊക്കെ നമുക്ക് 100, 105, 110 ഉണ്ടായിരുന്ന പ്രീമിയമാണ് 480, 490 വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കിൽ അത്ര തന്നെ മൂവ്മെന്റ് പ്രീമിയത്തിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്ന്. അത് 2 വിക്സ് താഴെ വന്നു എന്നുള്ളതും നിഫ്റ്റി ബാങ്കിൽ പ്രീമിയം കയറാതിരിക്കാനുള്ള ഒരു കാരണമായിരിക്കാം. അപ്പോൾ നാളെ നിഫ്റ്റി ബാങ്കിലാണെങ്കിൽ നമുക്ക് ഈ ഒരു സോൺ, അപ്പം ഇന്ന് ക്ലോസ് ചെയ്തത് 51,605 ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, 51,773 മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ കൂടുതൽ ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്നില്ല. കാരണം 52,000 എന്നുള്ള ഒരു റൗണ്ട് ലെവൽ തൊട്ടടുത്തുണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ ടാർഗറ്റ് വെക്കുന്നത് ഈ ഒരു ലെവലായിരിക്കും, 51,980 എന്നുള്ള ലെവലായിരിക്കും. വലിയ ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ പിന്നെ പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിഫ്റ്റി ബാങ്കിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അതല്ലാത്ത കേസിൽ നിഫ്റ്റി ബാങ്കിൽ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഡൗൺ സൈഡ് ട്രേഡുകൾ നാളെ നിഫ്റ്റി ബാങ്കിലോ അല്ലെങ്കിൽ നിഫ്റ്റി 50-ലോ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇനി സെൻസെക്സിന്റെ കാര്യങ്ങൾ നോക്കാം നമുക്ക്. നിഫ്റ്റി മൂവ് ചെയ്ത് അതേപോലെ തന്നെ സാധാരണ സെൻസെക്സ് മൂവ് ചെയ്യാറുള്ളത് ഷാർപ്പായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെൻസെക്സിൽ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഒരു ക്യാൻഡിൽ അവിടെ ക്ലോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ പിന്നെ മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പ്രീമിയം എഗെയിൻസ്റ്റ് വരുന്നത് വലിയ രീതിയിലാണ് ഡൗൺ സൈഡ് വരാറുള്ളത്. ഇപ്പം 100-150, 200, 300 ഒറ്റയ്ക്ക് കയറാം. അതേപോലെ തന്നെ ആ കയറിയ പ്രീമിയം 200 എന്ത് ചെയ്യാം,
നേരെ 50ക്കോ 40ക്കോ വരുന്ന രീതിയിലൊക്കെ അത്രയും വലിയ രീതിയിലാണ് പ്രീമിയം DK വരാറുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു മൊമെന്റിൽ നമുക്ക് പ്രീമിയം നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെൻസെക്സിൽ. നാളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ സെൻസെക്സിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. 80,535 വരെയൊക്കെ ട്രേഡ് ടാർഗറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നത്. സെൻസെക്സിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഉണ്ടാക്കിയ 78,997 താഴെ വന്നാൽ മാത്രം ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. ബാക്കിയുള്ള കേസിൽ എന്ത് ചെയ്യാം, നമുക്ക് മേലക്കുള്ള ട്രേഡുകൾ മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ ട്രേഡിന്റെ വ്യൂ അല്ലെങ്കിൽ നമ്മളെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എപ്പോഴും മാർക്കറ്റിൽ ഒരു വിഷയം ഗ്യാപ്പ് അപ്പിൽ, വലിയ ഗ്യാപ്പ് അപ്പുകൾ അല്ലെങ്കിൽ വലിയ ഗ്യാപ്പ് ഡൗണുകളാണ് മാർക്കറ്റിനെ എന്ത് ചെയ്യാറുള്ളത്. മാർക്കറ്റിന്റെ മൂവ്മെന്റുകൾ നമുക്ക് അനുകൂലമാണോ എഗെയിൻസ്റ്റ് ആണോ എന്ന് തീരുമാനിക്കാനുള്ള ഫസ്റ്റത്തെ സമയത്ത്. ഉച്ചയ്ക്ക് ശേഷമാണ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏത് ഡയറക്ഷനിലാണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ ട്രേഡ് സാധാരണ പിടിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇന്ന് നോക്കുക, ഈ ഒരു മൂവ്മെന്റ് തന്ന സമയം എന്ന് പറയുമ്പോൾ 12 മണിക്കാണ്. 12 മണിക്ക് ശേഷം ചെയ്തില്ല, മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് ഡയറക്ഷൻ തന്നിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇപ്പം രാവിലെ താഴെ വരുന്ന മാർക്കറ്റാണ് ഉച്ചയ്ക്ക് ശേഷം റിവേഴ്സിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. രാവിലെ തന്നെ 12 മണിക്ക് മുമ്പേ ഈ ഒരു ടൈപ്പിൽ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ ഈ ഒരു സ്വിംഗ് ഹൈ അല്ലെങ്കിൽ ഈ സ്വിംഗ് ലോയുടെ താഴെ വരുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യുക, ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഇതിന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് തന്നാൽ മാത്രം എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ഇതിന് താഴെ ക്ലോസിംഗ് തന്നാൽ, അതല്ലാത്ത കേസിൽ എന്ത് ചെയ്യും, നമ്മളെ ഒരു ഫേക്ക് ബ്രേക്കൗട്ടോ ബ്രേക്ക് ഡൗണോ കാണിച്ച് മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ് ഇതിനൊരു കാരണം. അപ്പം ഇതൊക്കെയാണ് നാളേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ട്രേഡുകൾ. മാർക്കറ്റിൽ ഇന്ന് അത്യാവശ്യം നല്ല മൂവ്മെന്റ് തന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റണം. IT സെക്ടർ അത്യാവശ്യം നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ IT സെക്ടറിന്റെ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് കയറിയത് ഓട്ടോ അതേപോലെ IT, ഇത് രണ്ടുമാണ് അത്യാവശ്യം നന്നായിട്ട് കയറിയ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ ഈ ഒരു മൂവ്മെന്റ്, നിഫ്റ്റിയുടെ ഈ മൂവ്മെന്റത്തിന് ഒരു കാരണം എന്താണ്, ഈ രണ്ട് സെക്ടേഴ്സിന്റെ മൂവ്മെന്റ് ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.